ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ വെയിൽ കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സോ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. ഞങ്ങളെന്ന് പറയുമ്പം വിഷ്ണു ഉണ്ട്, സ്റ്റെഫി ഉണ്ട്, വിപിനുണ്ട്, ഞാനുണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലം ഒരു 32 മിനിറ്റോളം ഉണ്ട്, 28 കിലോമീറ്ററും. ഇവിടത്തേക്ക് ഈ റോഡുകൾക്ക് അധികം തിരക്കില്ലാത്തതുകൊണ്ട് കിലോമീറ്റേഴ്സ് നമുക്ക് അറിയത്തതേ ഇല്ല. ഒത്തിരി എത്ര വേണമെങ്കിലും പോവാം. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം എൻ്റെ വെൽക്കം പറയാൻ വിട്ടുപോയി. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കീർത്തി മോഹൻ. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങും. എല്ലാവരും കൂടുതലും ബീച്ച് വന്ന ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ആക്ടിവിറ്റീസ് മാത്രമല്ല അവർ ചെയ്യുന്നത്. കാര്യം നമുക്കറിയാം, സായിപ്പ് മദാമെ മെയിനായിട്ട് നമ്മളെ നാട്ടിൽ വരുന്നത് എന്തിനാ? വെയിൽ കൊള്ളാൻ. അതേപോലെ ഇവിടെയും കുറേ ആൾക്കാർ വന്ന് മാറ്റൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്കങ്ങനെ വെയിലത്തൊന്നും കിടക്കാൻ തോന്നത്തില്ല. കാര്യം നമ്മൾ വെയിൽ കണ്ടുകൊണ്ട് മടുത്തായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ഇറങ്ങുന്നുണ്ട്, തണുപ്പുണ്ടാവും. ആക്ച്വലി വിപിന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണ് കേട്ടോ. നീന്തലറിയാവുന്ന എൻ്റെ അഹങ്കാരമാണെന്ന് തോന്നുന്നു. എന്നെയും കൂടെ പിടിച്ച് വെള്ളത്തിൽ വെക്കും. എനിക്ക് നീന്തൽ അറിയത്തേ ഇല്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് നിൽക്കാൻ കുഴപ്പമില്ല, പക്ഷെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് വല്ലാത്ത പേടി. അതിൻ്റെ കൂടെ എന്നെ പിടിച്ച് മുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ വിഷ്ണുവിന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് വിഷ്ണു വെള്ളത്തിൽ ഇറങ്ങിയില്ല ആ സമയത്ത്. അതുകൊണ്ട് വിഷ്ണു കുറച്ച് സമാധാനമായ ഏത് സ്ഥലമുണ്ട്, അധികം ആൾക്കാരില്ല, എന്നാൽ മുങ്ങിപ്പോത്തില്ല എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കണ്ടെത്താനായിട്ട് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വരെ നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളത് പറഞ്ഞില്ലേ, വിപിന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ്. അപ്പം ഞാൻ വിപിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ വിഷമം, എനിക്ക് വീഡിയോ എടുത്ത് തരാത്തതിൻ്റെ. പാവത്തിന്റെ പരാതി ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഞങ്ങളിവിടെ അടി ഓടിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് മുമ്പ് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് സായിപ്പ് വന്ന്. അപ്പോൾ ഉടനെ വിപിൻ അങ്ങ് ഓഫ് ചെയ്ത് ആരോ വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ സായിപ്പ് വരുന്ന സായിപ്പിൻ്റെ കൂടെ ഇന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ മദാമ വന്നപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുത്തിരുന്നു. ഞാൻ കറക്റ്റ് സായിപ്പ് വരുന്നോ ഓക്കെ ചെയ്ത് എടുത്തതാ. തിരിഞ്ഞടക്കേ അടിയോടുന്നൊക്കെ ഒരു സൗന്ദര്യപ്പടക്കം പോലെ കേട്ടോ. അങ്ങനെ സീരിയസ് ആയിട്ട് ഞങ്ങൾ അടി കൂടുന്ന വളരെ കുറവാണ്. ഞാൻ അടി കൂടിയാലും വിപിൻ അടി കൂടത്തില്ല. വിപിൻ പറയുന്നത് എത്ര അടി കൂടിയാലും ഒരു രാത്രി കഴിഞ്ഞ് പോകരുതെന്നാ. കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് തീർത്തിട്ട് കിടക്കണം. അതാകുമ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. വിഷ്ണു സ്റ്റെഫി നടന്ന് അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മൾ അങ്ങറ്റം വരെ പോയി. അപ്പോഴത്തേക്ക് അവിടെ നല്ല കല്ലൊക്കെയാണ്. നമുക്കതുകൊണ്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങറ്റത്തേക്ക് നടക്കുമായിരുന്നു. ഇപ്പം ഞാനും സ്റ്റെഫിയും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുക. അപ്പോൾ ഇങ്ങറ്റം വന്നപ്പോഴത്തേക്കാണെങ്കിൽ നല്ല ആഴമുണ്ട്, തിരയുമില്ല. ഇങ്ങോട്ടൊക്കെ ഇത് വരുന്നു, തിര വരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് തിരയുള്ള ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. എനിക്കും കൂടുതലും തിരയുള്ളിടത്ത് ഇറങ്ങുന്നതാണ് എനിക്കിഷ്ടം. അതാകുമ്പോഴത്തേക്കും നമുക്ക് നീന്തൽ അറിയത്തില്ലെങ്കിലും തിര കാരണം പൊങ്ങി പൊങ്ങി നിന്നോളും. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ബീച്ചിൻ്റെ കാര്യം പറഞ്ഞില്ല. നമ്മൾ വന്നിരിക്കുന്ന ബീച്ചിൻ്റെ പേരാണ് റെയിൻബോ ഹെവൻ ബീച്ച്. ഇത് പറയുന്നത് വൈറ്റ് സാൻഡും വൈറ്റ് പീപ്പിളും ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ വന്നിട്ട് കൂടുതൽ ഇന്ത്യൻസിനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം കാനഡ ഒരു കൊച്ചു ഇന്ത്യ എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം ഇവിടെ ആൾക്കാരും കുറവുണ്ട്, അതിൻ്റെ കൂടെ നല്ല തിരയും ഉണ്ട്. ഞങ്ങളിതൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തില്ലല്ലേ. വിഷ്ണു സ്റ്റെഫി അങ്ങ് നടന്നു അങ്ങെത്തി. അപ്പം ഞങ്ങളും ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു വീഡിയോ കൂടെ എടുക്കാതെ ഞാൻ പിന്നെ ഫുൾ നനഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല.
സോ ഞങ്ങൾ ഇറങ്ങി ഞാനങ്ങ് ദൂരെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മണൽ കുറവും കല്ലുകളാണ്. അപ്പം നമുക്ക് കല്ലിൽ ചവിട്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ തെന്നാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം ഞങ്ങളങ്ങ് ഇറങ്ങി അങ്ങ് പോയി. അതിൻ്റെ കൂടെ നല്ല തിരയും ഒരുപാട് അങ്ങ് നൈറ്റ് ആയി കഴിഞ്ഞാൽ കാണത്തില്ല. പക്ഷേ അതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ തിരയുണ്ടായിരുന്നു. ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് ഇരട്ടിയാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ആക്ച്വലി ഇത് നല്ല സന്ധ്യ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും തിരിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.